എപ്പോഴും എല്ലാവരുടെയും സ്പെഷ്യൽ മൊമെന്റ്സ് ഓർത്തു വെക്കും. ഇന്ന് നിന്റെ സ്പെഷ്യൽ ഡേ അല്ലേ, അതുകൊണ്ട് നിനക്ക് ഒരു ചെറിയ സ്പെഷ്യൽ ഗിഫ്റ്റ്. വാവ്, ഇത് അടിപൊളിയാണല്ലോ. താങ്ക് യു സോ മച്ച് ഷാന. ഇത് ഞാൻ മാത്രം തന്ന ഗിഫ്റ്റ് അല്ല, നിനക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരുക്കിയ ഡാസിൽ ബോക്സ് ആണ്. ഇത് ശരിക്കും എൻ്റെ ബർത്ത്ഡേ സ്പെഷ്യൽ ആക്കി. ഹലോ മോളെ, ഞാനും ഉമ്മമ്മയും കൂടി ഒരു കുടുംബ വീട്ടിൽ പോവുകയാണ്. ഇന്ന് അവിടെ നിൽക്കും. ആണോ ആണോ ശരി ഉപ്പ, ശരി ഉപ്പ, നിങ്ങൾ പൊയ്ക്കോളൂ, ശ്രദ്ധിക്കണേ. എന്താടി, എന്തു പറ്റി? ഒന്നുമില്ലേടി. ഇന്ന് ഞാനും റസ്യൂമയും മാത്രമേ വീട്ടിലുണ്ടാവുള്ളൂ. ദിയേ, എന്നോടൊന്നുമില്ലെന്ന് പറയണ്ട. റസ്യൂമ നിന്നോട് എങ്ങനെയാ പെരുമാറുന്നതെന്ന് എനിക്കറിയാം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഉടനെ എന്നെ വിളിക്കണം കേട്ടോ. വിളിക്കാം. നീ ഒറ്റയ്ക്കല്ലേടി, ഞാനുണ്ട്. ദിയേ, എൻ്റെ വീട്ടിലൊന്ന് കയറിയിട്ട് പോവാം. ശരി. മോളെ, മോളെ വന്നോ? ദിയ, മോളും വന്നോ? വാ മോളെ. ആ ഉമ്മ. എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും ഇങ്ങനെ സ്നേഹത്തോടെ തലോടുമായിരുന്നു. വാ മക്കളെ, ഭക്ഷണം കഴിക്കാം. വേണ്ട ഉമ്മ, ലേറ്റാവും, ഞാൻ ഇറങ്ങുക. കഴിച്ചിട്ട് പോയാൽ മതി മോളെ. പടച്ചവനെ, ഇന്നത്തെ ദിവസം എനിക്ക് ഒരുപാട് സർപ്രൈസുകൾ കിട്ടി. പക്ഷെ അതൊക്കെ കാണാനോടൊപ്പം സന്തോഷിക്കാനും എനിക്ക് ജന്മം തന്ന ഉമ്മയില്ലല്ലോ റബ്ബേ. ഉമ്മാക്ക് സ്വർഗം നൽകണേ. യാ റബ്ബേ, ഇതെങ്ങനെ സംഭവിച്ചു? അപ്പൊ എൻ്റെ ഉമ്മ എൻ്റെ കൂടെ ഉണ്ടെന്നതാണോ ഇതിൻ്റെ അർത്ഥം? യാ അല്ലാഹ്. ഉമ്മ, ഞാൻ ഉമ്മയെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. എൻ്റെ പിറന്നാൾ ദിവസം തന്നെ ഉമ്മയുടെ ഈ ഫോട്ടോ എൻ്റെ മുന്നിൽ വന്നത് എന്തിനാണ് റബ്ബേ? മോളെ, റസിയുമ്മ. അതേ മോളെ, എൻ്റെ മോളിനി കരയരുത്. കല്യാണം ആലോചിച്ചു ദിയയുടെ ഉപ്പാൻ്റെ അടുത്ത് വരണം. എന്നിട്ട് പറയണം, ഞാൻ അവളെ പഠിപ്പിച്ചോളാം, പൊന്നുപോലെ നോക്കാം, അവൾക്ക് ഒരു ബുദ്ധിമുട്ടും എൻ്റെ ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞു മൂവരെ കയ്യിലെടുക്കണം. പഠിപ്പിക്കൂന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാ? അവൻ അതിനൊന്നും താല്പര്യമില്ല. അതിന് പറഞ്ഞാൽ പോരെ, ചെയ്യണോ? ഒരു വിധത്തിൽ കല്യാണം കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും കാരണം പറഞ്ഞ് മുടക്കിയാൽ മതി. മോൾ ചെല്ല്, ഭക്ഷണം കഴിച്ചോ? നിന്റെ പഠിത്തം കാണിച്ചു തരാം. എടാ, എത്ര നാളായി നീ അവളിങ്ങനെ നോക്കി നടക്കുന്നു? നിന്റെ സ്നേഹം അവളോട് പറയാതെ ഇനിയും എത്ര നാളിങ്ങനെ നിൽക്കാനാ? എടാ, ഇനിയെങ്കിലും അവളോട് പറഞ്ഞൂടെ? പറയാൻ പേടിയൊന്നുമില്ലടാ, പക്ഷെ അവൾക്ക് എന്നെ അങ്ങനെ കാണാൻ കഴിയുമെന്നറിയില്ല. അതറിയണമെങ്കിൽ ആദ്യം നീ പറഞ്ഞു നോക്കണം. എടാ, അവള് പോയിട്ടും നീ ഇപ്പോഴും അവിടെ തന്നെ നോക്കി നിൽക്കുവാണല്ലേ? അവളെ കാണുമ്പോഴേ കുറച്ചു നേരം കൂടി നോക്കി നിൽക്കാൻ തോന്നും. ഇങ്ങനെയാണെങ്കിൽ നീ അവളെ സ്നേഹിക്കുന്ന കാര്യം അവൾ അറിയുന്ന എപ്പോഴാ? തീരാത തുയരത്തിൽ നാനും കാറ്റോടെ കലന്തായി നീയും
ஒரு ஜென்மம் இருந்தால் கூட உயிரே உன் கரம் பிடிப்பேன உன் ഇന്നെന്തെത്ര സന്തോഷം, മുഖത്തൊരു പ്രത്യേക ഗ്ലോ ഒക്കെ ഉണ്ടല്ലോ. ഒന്നുമില്ലേടി. എടാ ക്ലാസ് എവിടെയാ? നീ നോക്കുന്ന വേറെ വഴിയിലേക്കാണല്ലോ. എടാ പുസ്തകത്തിലേക്ക് നോക്കിയിട്ട് കാര്യമില്ല, നിന്റെ ശ്രദ്ധ മുഴുവൻ അവളുടെ അടുത്തല്ലേ. ശബ്ദം ഉണ്ടാക്കാതെ ഇരിക്കടാ. മോനെ, അന്ന് നമ്മളെ സഹായിച്ച ആ പെൺകുട്ടിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഉമ്മ, ഞാൻ കുറേ അന്വേഷിച്ചു, ഒടുവിൽ ഒരു നമ്പർ കിട്ടിയിട്ടുണ്ട്. ഇതാണ് അന്ന് അവരോടൊപ്പം ഉണ്ടായിരുന്ന ആ പെൺകുട്ടിയുടെ നമ്പർ. എങ്കി മോനെ ഒന്ന് വിളിച്ചു നോക്ക്. എടുത്തില്ലേ മോനെ? നിന്റെ ഫോണാണെന്ന് തോന്നുന്നു.